നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. പുത്തൂരിൽ മണലിപ്പുഴയ്ക്ക് മീതെ പുതിയതായി നിർമ്മിക്കുന്ന പാലത്തിന്റെ ടെൻഡർ നടപടികൾ ആരംഭിച്ചതായി റവന്യൂ മന്ത്രി കെ രാജൻ. കരുമത്ര ആരോഗ്യമാതാ ദേവാലയത്തിലെ 8 നോമ്പ് തിരുനാൾ ആഘോഷിച്ചു. കഴിഞ്ഞ ദിവസം കല്ലിടുക്ക് ദേശീയപാതയിൽ ബൈക്കിൽ ടോറസ് ലോറി ഇടിച്ചു പരിക്കേറ്റ യുവാവ് മരിച്ചു. മത്തായിച്ചിറ മണ്ണിൽ വീട്ടിൽ 19 വയസ്സുള്ള എബിൻ അലക്സാണ്ടറാണ് മരിച്ചത്. വിവാഹവേദിയിൽ കവിതാ സമാഹാരം പ്രകാശനം ചെയ്ത ദമ്പതികൾ ശ്രദ്ധേയരായി. വിശദമായ വാർത്തകളിലേക്ക്. പുതിയതായി നിർമ്മിക്കുന്ന പുത്തൂരിലെ സമാന്തര പാലത്തിന്റെ നിർമ്മാണം ടെൻഡർ നടപടികളിലേക്ക് കടന്നതായി റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. സെപ്റ്റംബർ 26 വരെയാണ് ടെൻഡർ സ്വീകരിക്കുക. 28-ന് ടെൻഡർ തുറക്കും. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള കുട്ടനല്ലൂർ പുത്തൂർ റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായാണ് നിലവിലുള്ള പാലത്തിന് സമാന്തരമായി മറ്റൊരു പാലം ആവശ്യമായി വന്നത്. 10.5 കോടി രൂപയാണ് സമാന്തര പാലത്തിന്റെ നിർമ്മാണത്തിനായി അനുവദിച്ചിട്ടുള്ളത്. പാലം നിർമ്മിക്കാനുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തീകരിച്ചു. ഭൂമി വിട്ടു നൽകിയ ആളുകൾക്ക് നഷ്ടപരിഹാര തുക പൂർണ്ണമായി നൽകി. പുത്തൂരിലെ ദീർഘകാലത്തെ സ്വപ്നമായിരുന്നു പുത്തൂർ റോഡ് വികസനം. കുട്ടനല്ലൂർ മുതൽ പയ്യപ്പള്ളി മൂല വരെയുള്ള റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഭൂമി വിട്ടു നൽകിയവർക്ക് നഷ്ടപരിഹാര തുക നൽകിക്കഴിഞ്ഞു. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ അന്തിമഘട്ടത്തിലാണ്. 9.55 മീറ്റർ വീതിയിലും 45 മീറ്റർ നീളത്തിലുമാണ് പുത്തൂർ സമാന്തര പാലം നിർമ്മിക്കുന്നത്. ടെൻഡർ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ കരാർ ഒപ്പിട്ട് എത്രയും വേഗം നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ കഴിയുമെന്ന് മന്ത്രി അറിയിച്ചു. കരുമത്ര ആരോഗ്യമാതാ ദേവാലയത്തിലെ 8 നോമ്പ് തിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 8 വരെയുള്ള ദിവസങ്ങളിലാണ് തിരുനാൾ ആഘോഷം സംഘടിപ്പിച്ചത്. തിരുനാളിന്റെ ഭാഗമായി ശനിയാഴ്ച വൈകിട്ട് പ്രസുതേന്തി വാഴ്ച, ഊട്ട് നേർച്ച, വെഞ്ചിരിപ്പ്, വിശുദ്ധരുടെ തിരുശേഷിപ്പ് പ്രതിഷ്ഠ, വിശുദ്ധ കുർബാന, വചന സന്ദേശം, ലതീഞ്ഞ്, നൊവേന, കൂട് തുറക്കൽ, കിരീട സമർപ്പണം എന്നീ ചടങ്ങുകൾക്ക് അതിരൂപത സഹായമെത്രാൻമാർ ടോണി നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാത്രി വിവിധ യൂണിറ്റുകളുടെ അമ്പ് സമാപനവും തിരുമുറ്റുമേളവും ഉണ്ടായി. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ നടത്തിയ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സെബാസ്റ്റ്യൻ ചാലക്കൽ തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് ഭക്തിസാന്ദ്രമായ തിരുനാൾ പ്രദക്ഷിണം, കേക്ക് മുറിക്കൽ എന്നിവയും ഉണ്ടായിരുന്നു. തിരുനാൾ ചടങ്ങുകൾക്ക് വികാരി ഫാദർ മനോജ് കീഴൂര് മുട്ടിക്കൽ, കൈക്കാരന്മാരായ ആന്റണി പനക്കൽ, ഷാജു ചീരൻ, സൈമൺ തേർമഠം, ജനറൽ കൺവീനർ ആന്റണി വടക്കൻ, ജിജോ മാഞ്ഞൂരാൻ, മറ്റു കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുനാൾ ചടങ്ങുകൾ CTV തത്സമയം സംപ്രേഷണം ചെയ്തു. ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗം ആർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. ശരീരം ഭക്ഷിക്കും, എൻ്റെ രക്തം പാനം ചെയ്യും, മാനവനിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാ. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനേകും
ഞാൻ ദൈവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലിന്നീ ബലിയിൽ പങ്കാളികളാമഖിലർക്കും. കല്ലിടുക്കിൽ കഴിഞ്ഞ ദിവസം ടോറസ് ലോറി ബൈക്കിലിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ യുവാവ് മരിച്ചു. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാത കല്ലിടുക്കിൽ അടിപ്പാത നിർമ്മിക്കുന്നതിന് തൊട്ടടുത്താണ് അപകടം സംഭവിച്ചത്. മത്തായിച്ചിറ മണ്ണിൽ വീട്ടിൽ 19 വയസ്സുള്ള എബിൻ അലക്സാണ്ടറാണ് മരിച്ചത്. തൃശൂരിൽ നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് റോഡിന്റെ ഇടതുവശം ചേർന്ന് പോയിരുന്ന ബൈക്കിൽ ടോറസ് ലോറി ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്കും യുവാവും ലോറിക്കടിയിൽപ്പെട്ടു. അപകടത്തിൽ നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ നാട്ടുകാർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. ഹൈവേ പോലീസും ദേശീയപാത അധികൃതരും സംഭവസ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. നവീകരിച്ച ബിനി ഹെറിറ്റേജ് തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. ബിനി ഹെറിറ്റേജ് തൃശൂർ നഗരത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി എന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. കൂടുതൽ സൗകര്യങ്ങളും 4 സ്റ്റാർ ഫെസിലിറ്റിയോടും കൂടി നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച ബിനി ഹെറിറ്റേജിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. കേരളം മാറുകയാണ്. സംരംഭകത്വം സൗഹൃദത്തിലുള്ള സംസ്ഥാനമായ കേരളം വികസന കുതിപ്പിലാണ്. തൃശൂർ നഗരവും വികസന കാര്യത്തിൽ മുന്നേറുകയാണ്. മാറുന്ന തൃശൂർ നഗരത്തിന്റെ പ്രതീകമാണ് ബിനി ഹെറിറ്റേജ് എന്നും മന്ത്രി പറഞ്ഞു. ഇതോടെ ബിനി തൃശൂർ നഗരത്തിന്റെ ചരിത്രമായി മാറിയെന്നും മന്ത്രി പറഞ്ഞു. മേയർ എം കെ വർഗീസ് അധ്യക്ഷനായി. എംഎൽഎമാരായ പി ബാലചന്ദ്രൻ, AC മൊയ്തീൻ, ചാണ്ടി ഉമ്മൻ, TJ സനീഷ് കുമാർ ജോസഫ്, ഡെപ്യൂട്ടി മേയർ MR റോസി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടകുളത്തി, ബോബി ചെമ്മണ്ണൂർ, TS പട്ടാഭിരാമൻ, PK ജലീൽ, ഗോപു നന്ദിലത്ത്, ODEFC ചെയർമാൻ KP അനിൽകുമാർ, ബിനി ഹെറിറ്റേജ് ചെയർമാൻ അഡ്വക്കേറ്റ് സാജു ഡേവിഡ്, മാനേജിംഗ് ഡയറക്ടർ ജനീഷ് ഓസ്കാർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് ബിനി ഹെറിറ്റേജിൽ പ്രവർത്തനം ആരംഭിച്ച ഫുഡ് കോർട്ടുകളുടെയും ഉദ്ഘാടനം നടന്നു. ചടങ്ങിൽ കുട്ടികൾക്കുള്ള പഠന സഹായ വിതരണവും നടന്നു. കേരള സംസ്ഥാനത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാന നഗരമായ തൃശ്ശൂർ പട്ടണത്തിൽ അതിൻ്റെ ഹൃദയഭൂമിയായ തേക്കിൻകാട് മൈതാനവും സ്വരാജ് റൗണ്ടും പൂരപ്പെരുമയും പുലിക്കളിയുമെല്ലാം അരങ്ങേറുന്ന ആ ഹൃദയഭൂമിയോട് ചേർന്ന് കിടക്കുന്ന ബിനി ടൂറിസ്റ്റ് ഹോം ഈ നഗരത്തിൻ്റെ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു കേന്ദ്രമാണ് എന്നുള്ളത് തൃശ്ശൂർ പട്ടണത്തെ അറിയുന്ന ഓരോരുത്തർക്കും തിരിച്ചറിവുള്ള കാര്യമാണ്. ആ ബിനി ടൂറിസ്റ്റ് ഹോം നമ്മുടെ കോർപ്പറേഷൻ്റെ നഗരസഭയുടെ അതിഥി മന്ദിരം കൂടിയായിട്ടുള്ള ബിനി എല്ലാ കാര്യത്തിലും ഏറ്റവും ഹൃദയംഗമമായിട്ടുള്ള ആശംസകൾ അർപ്പിച്ചുകൊണ്ട് തന്നെ ആ കൊച്ചനിയൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സംരംഭത്തിന്, അതിൽ ബോച്ചയൊക്കെ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്, ഒരുപാട് ആളുകൾ പിന്തുണയ്ക്കാനുണ്ട്. ജനീഷിൻ്റെ അതുപോലെ ഈ സംരംഭത്തിൻ്റെ മുന്നോട്ടുള്ള വഴികളിൽ ഇത്രയധികം പിന്തുണ നൽകിക്കൊണ്ട് ഇപ്പോൾ സ്വാമിയെ പോലുള്ള ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് യാതൊരു വിധത്തിലും ഒരു പ്രശ്നങ്ങളുമില്ലാതെ നല്ല നിലയിൽ മുന്നോട്ട് പോകാനാകട്ടെ എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ആശംസിക്കാനുള്ളത്. ഒട്ടനേകം പേർ ഇനിയും സംസാരിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് വാക്കുകൾ ചുരുക്കുകയാണ്. നമ്മുടെ കേരളം നാനാമുഖ സാധ്യതകളുള്ള ഒരു നവകേരളമായി പരിവർത്തനം ചെയ്യപ്പെടുകയാണ്. വ്യാവസായിക വളർച്ചയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. സംരംഭകത്വ പ്രോത്സാഹനത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. കട്ടിലപ്പൂവം സെന്റ് മേരീസ് സുബോറോ യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളും 8 നോമ്പ് ആചരണവും സുനോറോ വണക്കവും നടന്നു. 7-ാം തീയതി സുനോറോ പേടകത്തിൽ നിന്നും പുറത്തെടുത്ത സുനോറോ പെരുന്നാളിനു ശേഷം തിരികെ പേടകത്തിലേക്ക് സ്ഥാപിച്ചു. വികാരി ഫാദർ ജിജു വർഗീസ്, സഹവികാരി ഫാദർ ലിജിൻ കുര്യൻ, ട്രസ്റ്റിമാരായ PD മാത്യു, MP കുര്യൻ, അജു പോൾ, സെക്രട്ടറി ബിനേഷ് ഏലിയാസ്, പെരുന്നാൾ കൺവീനർ ഷിബു ഐബ്, ഭരണസമിതി അംഗങ്ങൾ, ഭക്തസംഘടനകൾ എന്നിവർ നേതൃത്വം നൽകി. ആയിരക്കണക്കിന് വിശ്വാസികൾ പെരുന്നാളിൽ പങ്കുകൊണ്ട് അനുഗ്രഹം പ്രാപിച്ചു. പൗരസ്ത്യ കൽദായ സുറിയാനി സഭ മാർത്തുമറിയം വലിയ പള്ളിയിൽ വിശുദ്ധ കുരിശിന്റെ പെരുന്നാൾ സെപ്റ്റംബർ 11 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിൽ ആചരിക്കുന്നു. പെരുന്നാളിന് മുന്നോടിയായി കൊടിയേറ്റം മാർത്തുമറിയം വലിയ പള്ളിയിൽ
വികാരിയും ക്ലർജി കൗൺസിൽ സെക്രട്ടറിയുമായ റവറൻഡ് ഫാദർ KR ഈനാശു നിർവഹിച്ചു. ഫാദർ ഡെൽവിൻ വർഗീസ്, തിരുനാൾ കൺവീനർ റോയ് കൈക്കാരൻ, സോജൻ P. ജോൺ, ജോർജ് ജോയ് എന്നിവർ സന്നിഹിതരായി. സെപ്റ്റംബർ 11 രാവിലെ 7 വിശുദ്ധ കുർബാന, വൈകിട്ട് 4 കുരിശുപള്ളിയിൽ സ്ലീവാരാധന, തുടർന്ന് 7 മണിക്ക് ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം. 12-ാം തീയതി രാവിലെ 7 മണിക്ക് വിശുദ്ധ കുർബാന, സംഗീതാർച്ചന, ആരാധന, റംഷ പ്രാർത്ഥന എന്നിവ നടക്കും. അഭിവന്യമാർ ഔഗ്യൻ കുര്യാക്കോസ് മെത്രാപ്പോലീത്ത നിർവഹിക്കും. 8 മണിക്ക് തിരുനാൾ പ്രദക്ഷിണം. 13-ാം തീയതി തിരുനാൾ ദിനത്തിൽ 7 മണിക്ക് വിശുദ്ധ കുർബാന, അഭിവന്യമാർ ഔഗ്യൻ കുര്യാക്കോസ് മെത്രാപ്പോലീത്ത മുഖ്യ കാർമ്മികനാകും. 9 മണിക്ക് തിരുനാൾ പ്രദക്ഷിണം, നേർച്ചക്കഞ്ഞി ആശീർവാദവും വിതരണവും. വൈകുന്നേരം 4 മണിക്ക് റംഷ പ്രാർത്ഥനയും സംഗീതാർച്ചനയും ഉണ്ടായിരിക്കും. തൃശൂർ തിരുഹൃദയ ലത്തീൻ ദേവാലയത്തിൽ വയനാട് പ്രകൃതി ദുരന്തത്തിൽ അകപ്പെട്ട് മരണമടഞ്ഞ എല്ലാവർക്കും പ്രണാമം അർപ്പിച്ചുകൊണ്ട് വയനാട് ദുരന്തമുഖം പശ്ചാത്തലമാക്കി പൂക്കൾ കൊണ്ട് പൂക്കളം തയ്യാറാക്കി. തൃശൂർ തിരുഹൃദയ ലത്തീൻ ദേവാലയത്തിലെ മതബോധന വിഭാഗവും PTA വിഭാഗവും ചേർന്നാണ് പൂക്കളം നിർമ്മിച്ചത്. 12 അടിയോളം വരുന്ന പൂക്കളത്തിൽ വയനാട് ദുരന്തമുഖത്തിലെ യഥാർത്ഥ അവസ്ഥ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് കുട്ടികളും മാതാപിതാക്കളും പൂക്കളം തയ്യാറാക്കിയത്. വയനാട് ദുരന്തത്തിൽ അകപ്പെട്ട എല്ലാ ജനങ്ങൾക്കും പ്രാർത്ഥനയും പിന്തുണവും നൽകി ഓണം അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഓണമാക്കി തീർക്കണമെന്ന് ലത്തീൻ ദേവാലയത്തിലെ റെക്ടർ ഫാദർ ജോസഫ് ജോഷി മുട്ടിക്കൽ ഓർമ്മിപ്പിച്ചു. മുക്കാട്ടുക്കര പന്തല്ലൂക്കാരൻ പരേതനായ കുട്ടന്റെയും ശാരദയുടെ മകനും കവിയും ഇന്റീരിയർ ഡിസൈനറുമായ സുനിലിന്റെ കവിതകളുടെ സമാഹാരം വിവാഹവേദിയിൽ വധു പ്രകാശനം ചെയ്തു. 2021 അപകടത്തിൽപ്പെട്ട് കിടപ്പിലായിട്ടും സുനിലിന്റെ തളരാത്ത മനസ്സിൽ തളിരിട്ട കവിതകളാണ് സുഹൃത്തുക്കൾ മുൻകൈയെടുത്ത് വിവാഹവേദിയിൽ വെച്ച് വധു സഭിത പ്രകാശനം ചെയ്തത്. മൊബൈലിൽ സുനിൽ ടൈപ്പ് ചെയ്തു വച്ചിരുന്ന കവിതകളും പ്രിയപ്പെട്ട ആശയങ്ങളും നഷ്ടപ്പെട്ടിരുന്നു. ചിലതൊക്കെ തിരിച്ചു കിട്ടിയതോടെ പഴയതും പുതിയതും, പ്രണയവും പ്രകൃതിയും രാഷ്ട്രീയവും ജീവിതവും എല്ലാം കോർത്തിണക്കിയ കവിതകൾ സുഹൃത്തുക്കളുടെ സഹായത്തോടെ പുസ്തകമായപ്പോൾ നടക്കാതെ പോയ പുസ്തക പ്രകാശനം എന്ന സ്വപ്നം വിവാഹവേദിയിൽ യാഥാർത്ഥ്യമായി. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലികെട്ടിനു ശേഷം മണ്ണുത്തി സഹകരണ ബാങ്ക് ഹാളിൽ നടക്കുന്ന വിരുന്നു സൽക്കാരത്തിലാണ് സുനിലിന്റെ പാത്തുവും മാധവനും എന്ന കവിതാ സമാഹാരം പ്രകാശിതമാകുന്നത്. ഏതാനും സുഹൃത്തുക്കളാണ് കവിതകൾ പുസ്തക രൂപത്തിൽ അച്ചടിച്ച് വധൂവരന്മാർക്ക് സമ്മാനമായി നൽകിയത്. എഴുത്തിന്റെ ലോകത്തിലാണ് സബിതയും സുനിലും സൗഹൃദത്തിലായത്. അപകടം ശരീരത്തിന്റെയും മനസ്സിന്റെയും തളർത്താതെ സബിതയുടെ നിരന്തര സാന്നിധ്യം വിവാഹത്തിലുമെത്തി. പിന്നെ പുസ്തക പ്രകാശനം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലും. ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ് ഓർത്തോ ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം?
ഒന്നുമില്ല. You have any sort of depression? പ്രണയനൈരാശ്യം? മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. Royal Bed House, Shornur Road, Thrissur. സജി ഫാബ്രിക്സ് മൂർക്കനിക്കര. വസ്ത്രലോകം നിങ്ങളുടെ മനസ്സിനൊപ്പം. നിങ്ങളുടെ പരിപൂർണ സംതൃപ്തിക്കായി എല്ലാത്തരം വസ്ത്രങ്ങളുടെയും കൂടുതൽ കളക്ഷൻ. പുത്തൻ ട്രെൻഡുകളുമായി ഓണക്കാലം വരവേൽക്കാൻ സജി ഫാബ്രിക്സ് ഒരുങ്ങിക്കഴിഞ്ഞു. കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേക വിഭാഗങ്ങൾ. ബോയ്സിനായി മെൻസ് ക്ലബ്. സജി ഫാബ്രിക്സ് മൂർക്കനിക്കര. ദ കംപ്ലീറ്റ് ഡ്രസ് വേൾഡ്. ഫോൺ 7306743585. വാർത്തകൾ തുടരുന്നു. തൃശൂർ ലൂർദ് മെത്രോപൊളിറ്റൻ കത്തീഡ്രലിൽ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ 138ാം തിരുനാൾ പ്രവർത്തന കമ്മിറ്റി ഓഫീസ് ഹൊസൂർ രൂപത അധ്യക്ഷൻ മാർ സെബാസ്റ്റ്യൻ പോഴലിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. പരിശുദ്ധ മാതാവിന്റെ ജീവിതരീതി അനുകരിച്ച് ജീവിത ലക്ഷ്യം നേടാൻ ദൈവാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ബിഷപ്പ് ആശംസിച്ചു. കത്തീഡ്രൽ വികാരി റവറൻഡ് ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ സ്വാഗതം ആശംസിച്ചു. നവംബർ 7 മുതൽ 11 വരെ തിരുനാൾ ആഘോഷം. സഹവികാരി ഫാദർ അനു ചാലിൽ നന്ദി അറിയിച്ചു. റവറൻഡ് ഫാദർ ജിജോ എടക്കളത്തൂർ, കൈക്കാരന്മാരായ ജോജു മഞ്ഞില, തോമസ് കോനിക്കര, ലൂവി കണ്ണാത്ത്, ജോസ് ടിറ്റാട്ടുക്കര, പബ്ലിസിറ്റി ചെയർമാൻ ആന്റണി തോട്ടാൻ, ഭക്തസംഘടന കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ADGP RSS നേതാക്കളെ കണ്ട വിഷയത്തിലെ മറുപടികളിൽ കെ സുരേന്ദ്രനും MV ഗോവിന്ദനും ഒരേ ഭാഷയെന്ന് TN പ്രതാപൻ. ഇരുവരുടെയും മറുപടികൾ അന്തർധാര പരസ്യമാക്കുന്നത് CPM-നെ സംഘപരിവാറിന്റെ തൊഴുത്തിൽ കെട്ടിയത് മുഖ്യമന്ത്രിയെന്നും അതിന്റെ ഇടനിലക്കാരനാണ് MR അജിത് കുമാർ എന്നും TN പ്രതാപൻ. ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായുള്ള കേരള സർക്കാരിന്റെ ADGP എന്തിനാണ് RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത്? മുഖ്യമന്ത്രിയുടെ മകൾ വീണയെയും CPM തൃശൂർ ജില്ലാ നേതാക്കളെയും രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് MR അജിത് കുമാർ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത്. വിഷയങ്ങളിലുള്ള മറുപടികളിൽ BJP പ്രസിഡന്റ് കെ സുരേന്ദ്രനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഒരേ ഭാഷയെന്നും TN പ്രതാപൻ പരിഹസിച്ചു. ഇടതുപക്ഷ സർക്കാരിന്റെ കീഴിലുള്ള ADGP CPI-യുടെയോ മറ്റു ഘടകകക്ഷികളുടെയോ നേതാക്കളെ കണ്ടിട്ടില്ല. കോൺഗ്രസ് ഭരണത്തിലുള്ളപ്പോൾ ഒരു IPS ഉദ്യോഗസ്ഥരും കോൺഗ്രസ് നേതാക്കളുടെയോ ലീഗിന്റെയോ ഘടകകക്ഷികളുടെ നേതാക്കളെ കാണാറില്ല. ഇടതുപക്ഷ സർക്കാരിന്റെ കീഴിലുള്ള ADGP RSS നേതാക്കളെ കണ്ടത് അതീവ ഗൗരവമുള്ള കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ ദൂതനായാണ് ADGP RSS നേതാക്കളെ കാണാൻ പോയത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെട്ട എക്സാലോജിക്, CPM തൃശൂർ ജില്ലാ നേതാക്കൾ ഉൾപ്പെട്ട കരുവന്നൂർ സഹകരണ ബാങ്ക് കേസുകളിലെ ED അന്വേഷണം ഇപ്പോൾ നിലച്ച നിലയിലാണ്. ഒത്തുതീർപ്പിന്റെ ഭാഗമായാണ് തൃശൂരിലെ BJP വിജയം. പൂരം കലക്കി BJPക്ക് അനുകൂല സാഹചര്യം ഒരുക്കിയത് CPM BJP ഡീലിന്റെ ഭാഗമായാണ്. തൃശൂരിലെ BJP വിജയം വീണയെയും CPM നേതാക്കളെയും രക്ഷിച്ചതിന്റെ ദാനമാണ്. CPM-നെ സംഘപരിവാറിന്റെ തൊഴുത്തിൽ കെട്ടിയത് മുഖ്യമന്ത്രിയെന്നും അതിന്റെ ഇടനിലക്കാരനാണ് MR അജിത് കുമാർ എന്നും TN പ്രതാപൻ ആരോപിച്ചു. തൃശൂരിൽ CPIM CPI-യെ ബലികെടുത്തു എന്നും TN പ്രതാപൻ ആരോപിച്ചു. തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ. ശാരീരിക അസ്വസ്ഥത മൂലം സ്ഥാനാർത്ഥി പര്യടനം നിർത്തിവെച്ച് BJP സ്ഥാനാർത്ഥിയെ RSS-ന്റെ സഹായ ഘടകമായ സേവാഭാരതിയുടെ ആംബുലൻസിൽ പോലീസ് മുന്നിലും പിന്നിലും അകമ്പടി സേവിച്ചിട്ടാണ് പാതിരാത്രി പൂര പ്രതിസന്ധി സ്ഥലത്തേക്ക് എത്തിച്ചത്. UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് ഉൾപ്പെടെ അവിടെ വരാൻ മാർഗതടസ്സമുണ്ടായി, റോഡിൽ മാർഗതടസ്സമുണ്ടായി. സ്ഥാനാർത്ഥികൾക്ക് എല്ലാവർക്കും ഇലക്ഷൻ കമ്മീഷന്റെ നിയമപ്രകാരം തുല്യ പരിഗണനയാണുള്ളത്. എന്നാൽ UDF സ്ഥാനാർത്ഥിയെ അവിടേക്ക് കടക്കാൻ പോലീസ് തടസ്സങ്ങൾ സൃഷ്ടിച്ചു. പിന്നീട് UDF സ്ഥാനാർത്ഥി ആ തടസ്സങ്ങൾ അതിജീവിച്ച് വരേണ്ടി വന്നു. അല്ല, അതുകൊണ്ടാണ് പോലീസിന്റെ അകമ്പടിയോടെ കൂടിയാണ് സേവാഭാരതിയുടെ ആംബുലൻസിൽ തൃശ്ശൂരിലെ എല്ലാ മാധ്യമപ്രവർത്തകന്മാരും പാതിരാത്രി അന്ന് പൂരപ്പറമ്പിൽ ഉണ്ടായ ആളുകളാണ്. എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. അപ്പോൾ CPM-നെ സംഘപരിവാറിന്റെ തൊഴുത്തിൽ കൊണ്ടുകെട്ടുന്നതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതിന് ഇടനിലക്കാരനാണ് MR അനിൽകുമാർ. ഒല്ലൂക്കര സാരഥി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ കുമ്മാട്ടി ആഘോഷം അവിട്ടം നാളിൽ നടക്കും.
സാരഥി മന്ദിരത്തിന് മുൻപിൽ രാവിലെ 9 മണിക്ക് കൗൺസിലർ ശ്യാമള മുരളീധരൻ കൊടിയേറ്റം നിർവഹിച്ചു. തിരുവോണനാളിൽ നാട്ടുകാരുടെ കലാപരിപാടിയായ പൊന്നാവണിരാവ് എന്ന പരിപാടി ഉണ്ടാകും. ഉച്ചയ്ക്ക് 2 മണിക്ക് ഒല്ലൂക്കര പുതുർക്കോവ് ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്രയിൽ കുമ്മാട്ടികൾ, നിശ്ചല ദൃശ്യങ്ങൾ, ശിങ്കാരിമേളം, ബാൻഡുവാദ്യം തുടങ്ങി വിവിധ നാടൻ കലാരൂപങ്ങൾ ഉണ്ടാകും. രാത്രി 9:30 കുമ്മാട്ടി ഘോഷയാത്ര തിരികെ സാരഥി സെന്ററിൽ സമാപിക്കും. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ മേൽപ്പാലത്തിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. ഉപേക്ഷിക്കപ്പെട്ട ബാഗിനുള്ളിലാണ് മൃതദേഹം കണ്ടത്. 1 ദിവസം മാത്രം പ്രായമുള്ള ആൺകുഞ്ഞിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. തെക്കുംകര വിരുപ്പാക്കയിൽ ഡിവൈഎഫ്ഐ ഗുണ്ടാവിളയാട്ടം. 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്ക്. മുൻവൈരാഗ്യത്തിന്റെ പേരിൽ കോൺഗ്രസ് പ്രവർത്തകരെ അകാരണമായി സംഘം ചേർന്ന് മർദ്ദിച്ചു. വിരുപ്പാക്ക സ്വദേശി വിഷ്ണു, വിനോദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമിച്ചത്. വിഷ്ണു കഴിഞ്ഞ വർഷം വന്യജീവിയായ മാനിനെ വേട്ടയാടിയതിന് അറസ്റ്റിലായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് എന്ന വൈരാഗ്യത്തിലാണ് രാത്രി 1 മണിക്ക് അക്രമം നടന്നത്. വിരുപ്പാക്കയിലെ ക്രമസമാധാനം തകർക്കുന്ന ഡിവൈഎഫ്ഐ ഗുണ്ടകളുടെ പ്രവൃത്തിക്കെതിരെ യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റിക്ക് വ്യാപകമായ പ്രതിഷേധമുണ്ട്. ഗുരുതരമായി പരുക്കുപറ്റിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവസ്ഥലത്തെത്തിയ വടക്കാഞ്ചേരി പോലീസ് നടപടി സ്വീകരിച്ചു വരുന്നു. ഇന്നലെ വൈകിട്ടാണ് സംഭവം. നമ്മളെ കുറച്ച് ആളുകൾ കൂടിയിട്ട് വന്നിട്ട് മർദ്ദിക്കായിരുന്നു. വിഷ്ണു, അതുപോലെ തന്നെ വിനോദ്, പിന്നെ നിഖില്, അങ്ങനെ പറയുന്ന അഖില് പറയുന്ന ആളുകൾ കൂടിയിട്ട് 5-6 പേരോടുണ്ട്. അവര് അങ്ങനെ വന്നിട്ട് നമ്മളെ മുന്നേ അവർക്ക് ഒരു കേസ് ഉണ്ടായിട്ട് അവിടെ വിപ്പാക്കയിൽ മാൻവേട്ടയുടെ ഒരു കേസ് ഉണ്ടായിരുന്നു. അതിന്റെ പുറത്ത് അവർ ജയിൽ ശിക്ഷ അനുഭവിച്ച ആളുകളാണ്. അപ്പൊ അത് നമ്മളവിടെ പാർട്ടിയാണ് ചെയ്ത്, അല്ലെങ്കിൽ പാർട്ടി നേതൃത്വമാണ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവര് തുടർച്ചയായിപ്പോ അവർ ഇറങ്ങിയതിന് ശേഷം രണ്ടാമത്തെ കഴിഞ്ഞപ്പോ 3ാമത്തെ ഒരു അറ്റംപ്റ്റാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ കാര്യമായിട്ട് അവർ വന്ന് മറ്റേ കൈവാളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് മുഖത്തിടിക്കലും കാര്യങ്ങളും ഒരു അപ്രതീക്ഷിതമായിട്ട് ഇന്നലെ കരിമത്ര പള്ളി പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ നമ്മളെ പള്ളി പെരുന്നാൾ കഴിഞ്ഞ് നമ്മളവിടെ ഇരിക്കുകയായിരുന്നു. ഇത് വർത്താനം പറഞ്ഞതിന്റെ ഇടയ്ക്ക് ഇവർ കുറച്ച് ആളുകളൊക്കെ കൂടി വന്ന് അവിടെ നിന്ന് അവര് നമ്മളെ മർദ്ദിക്കുകയും അതുപോലെ തന്നെ വധഭീഷണി മുഴക്കുകയും അത് വീട്ടില് എന്താ പറയുക മക്കൾക്ക് അച്ഛനില്ലാണ്ടായിരിക്കും, നിന്നെ അമ്മേനെ വിളിച്ച് സത്യത്തിലാണ് അവർ പറയുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ മുന്നേയും പല ക്രിമിനൽ കേസിലും പ്രതികളായിട്ടുള്ളതാണ് ഇവര്. മംഗലൊരു സംഭവം ഉണ്ടായി, അതില് പ്രതികളായിട്ടുള്ള ആളുകളാണ് ഇവര്. അതുപോലെ തന്നെ ഈ മാൻവേട്ട കേസ്, അതുപോലെ അവർ വീട്ടിൽ നിന്ന് വിളിച്ചതാണ് സംഭവം. അത് അവിടുത്തെ പാർട്ടി നേതൃത്വമാണ് ഇത് ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് നേതൃത്വത്തിരിക്കുന്ന നമ്മളെ ഇവര് ഇല്ലാണ്ടാക്കാരും അതുപോലെ തന്നെ വധഭീഷണി മുഴക്കലും അതുപോലെ തന്നെ കൊല്ലുമെന്ന് പറയലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുണ്ടായിരുന്നപ്പോ ഞാനുണ്ടായിരുന്നു, അതുപോലെ തന്നെ അഭിലാഷ് ഉണ്ടായിരുന്നു, അനീഷ് ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ ഞങ്ങളോട് ഷാഫി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 4 പേര് ഇരിക്കുന്ന സമയത്താണ് ഇവര് വന്നിട്ടുള്ള ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. ഇവര് വന്നു ഓടി വന്നു, ഗേറ്റ് തുറന്നു, പിന്നെ ഇടിയാണ്. കൂട്ടത്തോടെ വരുമ്പോൾ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ഇരിക്കല്ലേ. നമുക്ക് എന്താ പറയാ, ഇതൊരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇത് വർഷങ്ങൾ മുന്നേ കഴിഞ്ഞൊരു കേസിന്റെ പുറത്താണ് വന്ന് പറയണത് നീയാണ് അത് ചെയ്തിട്ടുള്ളത്, ഞങ്ങൾ മാന്റെ കേസിന് നീയാണ് ഞങ്ങളെ പോലീസിന് ഇട്ട് കൊടുത്തത് എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ട് അവര് വന്നിട്ട് ഇടിക്കുന്നത്. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ എന്തൊക്കെയാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് ഇവിടെ കൂട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ ഭാഗങ്ങൾ കൂട്ടിയിട്ടുണ്ട്, ചുണ്ടിന്റെ ഇവിടെയൊക്കെ കൂട്ടിയിട്ടുണ്ട്, പിന്നെ അതുപോലെ കൈയിന്റെ സൈഡ് നോക്കിയാൽ മസിൽസിനൊക്കെ ഭയങ്കര വേദനകളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ട്. ആൾക്കും അതുപോലെ തന്നെ ആളെ ഇടിക്കലും കാര്യം. ഞങ്ങൾ രണ്ടാളെയാണ് മെയിനായിട്ട് ആർജിക്കുന്നത്. ബാബ യൂണിറ്റ് വിരിപ്പാക്ക യൂത്ത് കോൺഗ്രസിന്റെ യൂണിറ്റ് പ്രസിഡന്റാണ് ഞാൻ, അതുപോലെ തന്നെ വിരിപ്പാക്കത്തെ അവരുടെ വാർഡ് പ്രസിഡന്റാണ്. മറ്റൊരിടവേള കൂടി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ
സണ്ണീസ് ജ്വല്ലറി, കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487237485. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാളും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. വാർത്തകളിലേക്ക് വീണ്ടും. സേവാഭാരതി തെക്കുംകര സമിതിയുടെ പുതിയ ഓഫീസ് ഉദ്ഘാടനം രക്ഷാധികാരി രഘു പാലിശ്ശേരി നിർവഹിച്ചു. സമിതി പ്രസിഡന്റ് CG അരവിന്ദാക്ഷൻ അധ്യക്ഷനായി. RSS വിഭാഗ് സഹകാര്യവാഹ് MK അശോകൻ സേവാ സന്ദേശം നൽകി. മച്ചാട് മാമാങ്കം പനങ്ങാട്ടുകര ദേശകമ്മിറ്റി പ്രസിഡന്റ് K ശിവദാസൻ, RSS ഖണ്ഡ് കാര്യവാഹ് K പ്രകാശൻ, ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം ജില്ലാ ജനറൽ സെക്രട്ടറി PS ശ്രീജേഷ്, KC അനീഷ്, നിതീഷ് കൃഷ്ണ എന്നിവർ പങ്കെടുത്തു. ജോയിന്റ് സെക്രട്ടറി കൃഷ്ണകുമാർ ആമലത്ത് സ്വാഗതവും ട്രഷറർ PG ഗിനീഷ് നന്ദിയും അറിയിച്ചു. മുന്ന ഗ്രൂപ്പിന്റെ ഉത്രാടം വരെയുള്ള സ്വർണ്ണ കോയിൻ നറുക്കെടുപ്പിന്റെ 2ാം ദിനം സമ്മാനം മഞ്ചാടി തേറമ്പം സ്വദേശി കരസ്ഥമാക്കി. 1000 രൂപയ്ക്ക് മേൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് 5000 രൂപയുടെ സ്വർണ്ണ നാണയം അത്തം മുതൽ ഉത്രാടം വരെ ദിവസവുമുണ്ട്. വ്യാപാരി വ്യവസായി സമിതി മണ്ണുത്തി യൂണിറ്റ് പ്രസിഡന്റ് VG ജിജോ വിജയ്ക്ക് സമ്മാനിച്ചു. മുന്ന ഗ്രൂപ്പ് ഇത്തവണ ഓണം സ്വർണ്ണ തിളക്കത്തോടെ ആഘോഷിക്കുകയാണ്. മഞ്ചാടി എന്ന് പറയുന്ന ആൾക്കാണ് ഇതിന്റെ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. മണ്ണുത്തിയിലെ സമീപ പ്രദേശങ്ങളിലൊക്കെ അതിൻ്റെ ഒരു വിശ്വാസതി ഏറെ കാലങ്ങളായിട്ട് അത് സുഹൃത്തും വ്യാപാരി സുഹൃത്തുമായിട്ടുള്ള മുതാക്കർ നല്ല രീതിയിൽ പൊതുജനങ്ങൾക്ക് മിതമായിട്ടുള്ള ഒരു അവരുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള ഒരു പർച്ചേസിംഗാണ് ഇവിടെ നാളിതുവരെയായിട്ട് നടത്തിക്കൊണ്ടു പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഓൺലൈൻ മാധ്യമ അതുപോലെ തന്നെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന ഒരു സംസ്കാരമൊക്കെ നമ്മുടെ പൊതുജനങ്ങളിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഓൺലൈൻ സംഗതികൾക്കൊക്കെ നമ്മുടെ പൊതുസമൂഹത്തിനോട് ഒരു ഉത്തരവാദിത്തമില്ല. കാരണം ഇനി വേറെ ഒന്നല്ല, ഓൺലൈനിൽ മേടിക്കുന്ന സാധനങ്ങൾക്കൊന്നും നമ്മൾ റീപ്ലേസ്മെൻറ്റ് കിട്ടുന്നില്ല. അത് ഒരു കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ അത് നമുക്ക് മാറ്റി കിട്ടാനും പോലും സാധിക്കില്ല. എന്നാലും നമ്മുടെ ഒരു ചെറുപ്പക്കാരി നമ്മുടെ സമൂഹത്തിൻ്റെ ഒക്കെ ഇടയിൽ ഈ ഓൺലൈൻ വ്യാപാരത്തിന് വലിയ ഇത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഓൺലൈൻ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ വലിയൊരു പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങൾ ഒരുപാട് മനുഷ്യർ മണ്ണിനടിയിൽ പോയപ്പോൾ യാതൊരു പ്രതിബദ്ധതയില്ലാത്ത ഒരുപാട് കമ്മിറ്റ്മെൻ്റൊന്നും ഇല്ലാത്ത ഒരു പൊതുസമൂഹം നമുക്ക് നിന്ന് മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് ചൂഷണം ചെയ്ത് പൊതുസമൂഹത്തിന് യാതൊരു ബാധ്യതയില്ലാതെ വരുന്ന ഒരു സംഭവമാണ്.
എന്നിരുന്നാലും ആ ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ ഇത്തരം ചെറുകിട വ്യാപാര മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനമാവണം നമ്മളെല്ലാവരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ സെപ്റ്റംബർ 8-ന് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പിറവി തിരുനാൾ ആഘോഷിച്ചു. കേക്ക് കൊണ്ട് നിർമ്മിച്ച ജപമാലയുടെയും ഊട്ടുനേർച്ചയുടെയും ആശീർവാദ കർമ്മം ഫൊറോന വികാരി ഫാദർ വർഗീസ് പാത്താടൻ നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ജിബിൻ നായത്തോടൻ, ഫാദർ ഡിക്സൺ കാഞ്ഞൂക്കാരൻ എന്നിവരും സന്നിഹിതരായി. കൈക്കാരന്മാരായ ജോൺ ആളുക്കാരൻ, ഡേവിസ് മച്ചാമ്പള്ളി, വർഗീസ് മൽപ്പാൻ, ഷാജൻ കച്ചരക്കൽ, ജനറൽ കൺവീനർ ദേവസിക്കുട്ടി പനേക്കാടൻ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുത്തൂരിൽ മണലിപ്പുഴയ്ക്ക് മീതെ പുതിയതായി നിർമ്മിക്കുന്ന പാലത്തിന്റെ ടെൻഡർ നടപടികൾ ആരംഭിച്ചതായി റവന്യൂ മന്ത്രി കെ രാജൻ. കരുമത്ര ആരോഗ്യമാതാ ദേവാലയത്തിലെ 8 നോമ്പ് തിരുനാൾ ആഘോഷിച്ചു. കഴിഞ്ഞ ദിവസം കല്ലിടുക്ക് ദേശീയപാതയിൽ ബൈക്കിൽ ടോറസ് ലോറി ഇടിച്ചു പരിക്കേറ്റ യുവാവ് മരിച്ചു. മത്തായിച്ചിറ മണ്ണിൽ വീട്ടിൽ 19 വയസ്സുള്ള എബിൻ അലക്സാണ്ടറാണ് മരിച്ചത്. വിവാഹവേദിയിൽ കവിതാ സമാഹാരം പ്രകാശനം ചെയ്ത ദമ്പതികൾ ശ്രദ്ധേയരായി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.